രത്നങ്ങളും ഗ്രഹങ്ങളും നിറഞ്ഞ രത്നലോകത്തെ കാഴ്ചകളുമായി രത്നശാസ്ത്രയുടെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ സൂര്യനെക്കുറിച്ചും സൂര്യരത്നമായ റൂബിയെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു. ഇപ്പം ഒരാൾക്ക് സൂര്യൻ്റെ രത്നം അനുയോജ്യമാണെങ്കിലും ആൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മളതിനകത്ത് ചർച്ച ചെയ്തു. അതിൻ്റെ ക്യാരറ്റേജ്, അത് ഏത് അവസ്ഥയിൽ അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ആൾ ഉപയോഗിക്കേണ്ടത്, എത്ര ക്യാരറ്റ് നമ്മൾ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനായിട്ട് പറ്റും. പിന്നെ റൂബി ഈ സ്റ്റോണിനെക്കുറിച്ചും അതിൻ്റെ മൈനുകളെക്കുറിച്ച്, അതിൽ ഇപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ കണ്ടുവരുന്ന ആ ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അത് വളരെ ഇൻഫോർമേറ്റീവും അല്ലെങ്കിൽ അവർക്ക് വളരെ ഗുണപ്രദമായിരുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് ധാരാളം പ്രേക്ഷകർ നമുക്കുണ്ടായിരുന്നു. നമ്മളതുപോലെ തന്നെ ഈ രത്നശാസ്ത്രയിൽ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർന്നു പോരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ ഓരോ രാശിനെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ കൂറുകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വന്നിരുന്നു. എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു മകരം. എനിക്ക് തോന്നുന്നു അത് നമുക്ക് പൂർണ്ണമായിട്ടങ്ങ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മളത് അതിൽ വ്യാഴത്തിൻ്റെ വരുമ്പോൾ അതിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ, അതുപോലെ തന്നെ ചന്ദ്രൻ ചൊവ്വയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു അതിൽ ചന്ദ്രൻ്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ചന്ദ്രനും കൂടെ വരുമ്പം എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകതകൾ, എന്തായിരിക്കും ആ മൊത്തത്തിൽ ആ വ്യക്തിക്ക് സംഭവിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടത്. മകരം രാശി അല്ലെങ്കിൽ സൈൻ ഓഫ് കാപ്രിക്കോൺ, നമുക്ക് സോഡിയാക് സൈനിൽ മേഡത്തിൻ്റെ 10ാമത്തെ ഹൗസ് എന്ന് പറയാം. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള 10th ഹൗസ് മെന്റ് ഫോർ കരിയർ. ഒരാളുടെ കരിയർ, ഒരാളുടെ ജീവിതം, പബ്ലിക് റിലേഷൻസ്, കരിയറിൽ കൂടെയാണ് പബ്ലിക് റിലേഷൻ ഉണ്ടാകുന്നത്. അതെല്ലാം നമ്മുടെ തൊഴിൽ രംഗമാണത്. ഒരാളുടെ തൊഴിൽ രംഗമാണത്. ശനിയാണ് അതിൻ്റെ ശനിയുടെ ഹൗസാണ്. മകരം, കുംഭം 2 ഹൗസുകളും ശനിയുടെയാണ്. അപ്പം ശനി കാപ്രിക്കോണിൽ ശനി എന്ന് പറയുന്നത് ശനി വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആളാണ്. അതിനകത്ത് ഒരു ടച്ച് ഫീൽ സൈനൊന്നും കാപ്രിക്കോൺ സൈനിൽ പറയാനില്ല. ടച്ചിങ്ങും ഫീലിങ്ങും സെൻറ്റിമെൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വർക്ക് ഫോക്കസ്ഡ് ആയിരിക്കും, ടാർജറ്റാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കർമ്മരംഗത്താണ്, വളരെ സ്ട്രിക്റ്റായി. ഇപ്പോൾ കർമ്മരംഗത്ത് ഈ 10th ഹൗസിൽ ശനി നിൽക്കുന്ന ആൾക്ക് പഠിച്ചിറങ്ങിയ അപ്പം ജോലിയാണ്. മേടലഗ്നവും 10th ശനി നിൽക്കുകയാണെങ്കിൽ അവൾ വളരെ സ്ട്രിക്റ്റായിട്ട്, അതായത് 10th ഹൗസിൻ്റെ ഓണർ തന്നെ സ്വക്ഷേത്രമായിട്ട് അവിടെ തന്നെ നിൽക്കില്ലേ. അപ്പോൾ ശനിയുടെ ക്യാരക്ടറെല്ലാം കാണിക്കും. ആ തൊഴിൽ രംഗത്ത് വളരെ ഡിസിപ്ലിൻ കാണും. എല്ലാ തരത്തിലുള്ള ഒരു സ്ട്രിക്റ്റ് എന്തായിരുന്നു പറയുന്നത്, ഒരു വളരെ അടുക്കും ചിട്ടയോടും കൂടി കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഹൗസാണ്. മനസ്സിലല്ലേ? അവിടെ മറ്റൊന്നിനും പ്രാധാന്യമില്ല. ഒരു അതിൽ മാത്രമായിരിക്കും നിൽക്കുന്നത്. അവിടെ ചന്ദ്രൻ വന്നാലത്തെ സ്ഥിതിയിൽ ചോദിച്ചു, ചന്ദ്രൻ ആരാണ്? ചന്ദ്രൻ ഒരു കർക്കടകത്തിലെ ചന്ദ്രൻ ഒരു ഡീപ്പ് ഇമോഷനാണ്, ഇമോഷണൽ എഫക്റ്റാണ് അല്ലേ? അതെ. അങ്ങനെ സെൻസിറ്റീവും വളരെ സോഫ്റ്റായിട്ടുള്ള രീതിയും വളരെ സോഫ്റ്റായിട്ടുള്ള ഇടപെടലും വിട്ടുവീഴ്ച മനോഭാവങ്ങളും ഒക്കെയുള്ള സങ്കടവും, അമ്മ, വീട്, നാട്, ഹോം സിക്നെസ്, ഇങ്ങനെ 100 കണക്കിന് സെൻറ്റിമെൻസുമായിട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ചന്ദ്രൻ. അതാണ് പുള്ളിയുടെ ജനറൽ ക്യാരക്ടർ. അതാണ് അമ്മയാണല്ലോ, മദർ. ആ ഒരു ഫീലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഈ ചന്ദ്രൻ നേരെ കാപ്രിക്കോണിൽ വന്നപ്പോൾ, കാപ്രിക്കോൺ മൂണെന്ന് വേണം അതിനെ വിശേഷിക്കാം. അങ്ങനെയുള്ള ആൾക്ക് പുള്ളി കംഫർട്ടബിൾ അല്ല ആൾ. ഫോഴ്സിബിളി ഈസ് ഫോഴ്സ് ടു ഡു എന്നുള്ള, അതായത് വളരെ ശക്തമായിട്ട് പുള്ളിക്ക് പിടിച്ച് നിൽക്കണം. സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആകുകയില്ല എന്നുള്ള
അതാണ് പുള്ളി ഫോസ്റ്റ് ബി വെരി പ്രാക്ടിക്കൽ, ഒരു പ്രാക്ടിക്കൽ പ്ലാനറ്റായിട്ട് മാറുക. കരിയറിൽ ഫോക്കസ് ചെയ്ത് സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉള്ളിൽ ഒതുക്കി കരിയർ മാത്രം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ആ സാഹചര്യം കൊണ്ട് ചന്ദ്രൻ ഉടലെടുക്കുക ചെയ്യുന്നത്. അതായത് മറ്റൊരു നിവൃത്തിയില്ലാതെ ചന്ദ്രൻ വേറെ ഒരു ക്യാരക്ടറായിട്ട് അവിടെ മാറുക. അത് മാറുന്നത് ഉപകാരത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ പുള്ളിയുടെ ആ ഫീലിങ്സ് ഇമോഷൻസ് മുഴുവൻ കരിയറിലേക്ക് ഫോക്കസ് ചെയ്തു. കരിയർ നന്നാവും. ഓക്കെ. അപ്പോൾ ആ വ്യക്തിയുടെ കരിയറിൽ മൊത്തത്തിലൊരു കർക്കിടകത്തിൻ്റെ നേരെ 7th ഹൗസിലാണിത് ഈ മകരം നിൽക്കുന്നത്. മകരം ആ കർക്കിടകത്തിലോട്ട് നോക്കിയാ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നത്. എന്നാലും കർക്കിടകത്തിലെ ചന്ദ്രനല്ല മകരത്തിലെ ചന്ദ്രൻ. ആ സവിശേഷതയുണ്ട്. അതുകൊണ്ടാണ് ജനറലായിട്ട് ചന്ദ്രൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ജനറലായിട്ട് ചന്ദ്രൻ്റെ കല്ല് വാങ്ങി ധരിക്കുക, അതൊന്നും അല്ല അതിനകത്ത് വേണ്ടത്. ഓരോ സൈനിലും ഓരോ പ്ലാനറ്റ് വേറൊരു വേഷവും ഭാവവും രൂപവും വേണ്ടി വരും. വേറൊരു ഹൗസിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെയാണോ നമ്മളൊരു ഹോസ്റ്റലിൽ ബോർഡിങ്ങിൽ പോയി നിന്നാൽ വ്യത്യാസമില്ല. രണ്ടും നമ്മൾ തന്നെയല്ലേ. അതെ. ആ ഒരു ചേഞ്ചസ് ഇവിടെയും നമുക്ക്. അവിടെയാണെങ്കിൽ രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, കുളിക്കണം, പ്രാർത്ഥിക്കണം, അതിന് പോകണം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോർഡിംഗ് സ്കൂളുകളൊക്കെ അങ്ങനെയല്ലോ. വീട്ടിൽ വന്നാലോ എല്ലാം മാറി. അമ്മയെന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിൽക്കും. നമ്മൾ സൈൻ ഓഫ് കാപ്രിക്കോൺ മകരരാശിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നു. അതിൽ ഈ മൂൺ വരുമ്പോൾ, ചന്ദ്രൻ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. കാപ്രിക്കോൺ മൂൺ. അതായത് മൂണെന്ന് പറയുന്നത് ഒരു സെന്റിമെന്റ്സിന്റെ ഒരാളാണ്, ഇമോഷന്റെ ആളാണ്. ആള് പോയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോ സെന്റിമെന്റ്സ് ഉള്ള കാപ്രിക്കോണിൽ നിൽക്കുകയാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഇമോഷൻ ഉണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കുന്ന ചന്ദ്രനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്, കാപ്രിക്കോണിൽ കാണുന്നത്. ആ മൂണിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് ഒരു ചേഞ്ചസ് വന്ന് കുറച്ചും കൂടെ ആളൊരു പ്രാക്ടിക്കലായി. പക്ഷെ അതൊരു നല്ലതിനുള്ള ഒരു ചേഞ്ചസ് ആണ്, നല്ല രീതിയിലാണ്. കാരണം 10th ഹൗസിൽ അത് വേറെ പരിപാടികളൊന്നും നടക്കത്തില്ല. അവിടെ ഫീലും ടച്ചിങ്ങും ഒന്നുമില്ല, സെൻസിറ്റീവ്നെസ് ഒന്നുമില്ല. അവിടെ പണിയെടുക്കുക, ഇവിടെ വന്നോ പണിയെടുത്തോണം, അത് നല്ല സ്ട്രിക്റ്റായിട്ട് നടന്നോണം. ഇവിടെ അല്ലാതെ ഇമോഷൻസും അതും ഇതും പറഞ്ഞ് കരഞ്ഞു കൂവിയിരിക്കാൻ ശരി സമ്മതിക്കത്തില്ല. അതായത് ചന്ദ്രൻ ഒരു നിവൃത്തിയില്ലാതെ ആൾ അതിലേക്ക് ആയിപ്പോയി. നമ്മൾ അങ്ങനെ പറ്റുമല്ലോ. ഇപ്പം നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മിലിറ്ററിയിലൊക്കെ ചെന്ന് പെടുമ്പോൾ നമ്മൾ വളരെ സെൻറ്റിമെൻറ്റ്സും ഫീലിങ്ങും ഉള്ള ആളാണ്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് മിലിറ്ററിയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും മറ്റുള്ള ആൾക്കാരെയും ഒക്കെ കണ്ട് അവരൊക്കെ എഴുന്നേൽക്കുകയും രാവിലെ ഇത് ചെയ്യുകയും സല്യൂട്ട് അടിക്കുകയും നല്ല സ്ട്രിക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആകത്തില്ലേ. പിന്നെ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അവരെ പോലെ തന്നെ അവരെക്കാൾ മെച്ചത്തിലായി പോകും. ചിലപ്പം മനസ്സ് ആണല്ലോ പുള്ളി, മനസ്സും കൂടെയാണ്. മനസ്സ് വെക്കുക എന്ന് പറയല്ലേ. അപ്പോൾ അവിടെ കാപ്രിക്കോൺ അവിടെ നിൽക്കുമ്പം ഇന്ന കാര്യത്തിലോട്ട് പുള്ളി ഫോക്കസ് ചെയ്ത് ഞാൻ നേടുമെന്നൊരു മനസ്സ് വെച്ചാൽ അത് നടക്കും. അവിടെ അതിലേക്ക് അങ്ങോട്ട് ഇഴുകി ചേർന്ന് പോവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ജനറലായിട്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വ്യക്തിയുടെ ചാർട്ടിൽ ആ ഗ്രഹം ഏത് ഹൗസിൽ നിൽക്കുന്നു അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ സൂര്യനെക്കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡുകൾ പറഞ്ഞു. സൂര്യൻ വളരെ എക്സോൾട്ടഡ് ആയിരുന്നു, സൂര്യൻ വളരെ ഉച്ചത്തിൽ നിൽക്കുന്ന അവസ്ഥ പറഞ്ഞു. സൂര്യൻ വളരെ എക്സ്പോഷറും റൂളിംഗ് കപ്പാസിറ്റിയും ഗവൺമെൻറ്റും കാര്യങ്ങളും നിയമ നടപടികളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ആ സൂര്യൻ തുലാത്തിൽ വന്നപ്പോൾ എന്ത് പറ്റി? കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോയി. ഒന്നും ചെയ്യാൻ മേലാതെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇതേ ചന്ദ്രൻ തന്നെ വൃശ്ചികത്തിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ മേലാതായി പോകുന്നു. മനസ്സിലായല്ലേ? തിളക്കവും വിളക്കവും വെട്ടി നിൽക്കേണ്ട ലൂമിനസ് പ്ലാനറ്റാണ് ജലരാശിയും ഇരണ്ടരാശിയായിട്ടുള്ള വൃശ്ചികത്തിൽ പോയപ്പം അവിടെ നീച്ചപ്പെട്ടു ഇല്ലേ. ഈ ചന്ദ്രൻ തന്നെ നമ്മൾ ധനുവിലോട്ട് വന്നപ്പം വേറൊരു തലത്തിലേക്ക് വന്നു. ഒരു വ്യാഴത്തിൻ്റെ ഹൗസായിട്ടുള്ള ധനുവിൽ വന്നപ്പോഴത്തേക്കും അതിന് കളം തന്നെ മാറി. വ്യാഴവും ചന്ദ്രനും വളരെ കോമ്പിനേഷനായിട്ടുള്ള വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റ്. വ്യാഴമാണെങ്കിലും നല്ല സ്വാത്വികതയുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, നല്ലൊരു ടീച്ചറാണ്, ഗുരുസ്ഥാനമാണ്. അതിൻ്റെ കൂടെ ചന്ദ്രൻ അവിടെ കംഫർട്ടബിളാണ്. മകരത്തിൽ വന്നപ്പോൾ ആള് ഒരു സേഫാണ്. അതുപോലെ തന്നെ
ആ ചന്ദ്രന് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടെ കാണും. കാരണം കേപ്പബിൾ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് വിത്ത് സാറ്റേൺ. അതാണ് കേപ്പബിൾ ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ആളല്ല ചന്ദ്രൻ. ചന്ദ്രന് എൻ്റെ ഫീലിങ്സ് അങ്ങനത്തെ ആണല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ആൾ എത്തിപ്പെടും. ഓർഗനൈസ്ഡ് ആയി, കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയി, ഒരു ടാർഗറ്റിൽ തന്നെ പോവുകയാണ്. അതിലേക്ക് എത്തിച്ചേരുന്നത് കാരണം നമ്മൾ മനസ്സാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ, മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കാപ്രിക്കോൺ മൂണിനെ സംബന്ധിച്ചിടത്തോളം 100% കറക്റ്റാണ്. അവിടെ അദ്ദേഹം സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. ആൾക്ക് അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ആ കർക്കിടകത്തിലേക്ക് നോക്കി തൻ്റെ വീടിനെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കാനുള്ള സമയം അവിടെ ഇല്ല. 7th ഹൗസിലോട്ട് ഈ കർക്കിടകം പരസ്പരം ആസ്പെക്ട്സ് ആണ്. പരസ്പരം 7ലേക്ക് രണ്ട് രാശികളും പരസ്പരം ഫേസ് ചെയ്തായിരിക്കണം. മകരത്തിനെ കർക്കിടകത്തെയും കർക്കിടകം മകരത്തെയും നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മകരത്തിലിരുന്നുകൊണ്ട് തൻ്റെ പഴയ വീടിൻ്റെ കാര്യങ്ങളോ നൊസ്റ്റാൾജി ഫീലിംഗ് ഒന്നും ചിന്തിക്കാനുള്ള സമയം ഈ കാപ്രിക്കോൺ അവിടെ ഇല്ല. അതാണ്. അപ്പോൾ മൊത്തത്തിൽ ചന്ദ്രൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ മാറി മാറ്റം വന്നിരിക്കുന്ന ഒരു സവിശേഷതയാണ്. എല്ലാ ഗ്രഹങ്ങളും അവരവരുടെ ഹൗസിൽ അവരെല്ലാം കംഫർട്ടബിളാണ്. മനസ്സിലായില്ലേ? മറ്റ് ഹൗസസിലേക്ക് വരുമ്പോൾ, മറ്റ് രാശികളിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളാണ് പിന്നെ അവരെ ഭരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലേക്ക് അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് അവരത് ഇഴുകി ചേരുകയാണ്. അതിന് അപ്പോൾ അതാണ് ഈ ഓരോ ജനറലായിട്ട് സംസാരിച്ചാൽ ചന്ദ്രൻ സോഫ്റ്റാണ്, മൈൽഡാണ്, ഇമോഷൻസാണ്, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് കാപ്രിക്കോണി വന്നപ്പം അത് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു സ്വഭാവം തന്നെ കുറച്ച് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അതാണ് ഓരോ ഹൗസസിനും ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ ഗ്രഹങ്ങൾക്ക് അവരുടെ സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ആ സ്വഭാവ സവിശേഷതകൾക്കൊക്കെ മാറ്റം വരുന്നത് അവർ മറ്റ് ഓപ്പോസിറ്റ് ഹൗസസിൽ പോയി നിൽക്കുമ്പോഴാണ് അവർക്ക് അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്നത്. നമ്മളിപ്പം മകരം രാശിനെ കുറിച്ച് അല്ലെങ്കിൽ മകരക്കൂറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന നാളുകാരുണ്ടല്ലോ, 1, 2, ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടത്തിൻ്റെ ഹാഫ് പോർഷൻ വരുന്നത് ഈ കൂറിലാണ് വരുന്നത്, മകരക്കൂറുകാര്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന ഈ മകരരാശിയുടെ അല്ലെങ്കിൽ ഈ ശനിയുടെ ഒരിക്കലും അങ്ങനെ കരുതരുത്. ഒന്നാമത് ലഗ്നത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ സ്റ്റോൺ കൊടുക്കുമ്പോൾ. മകര ലഗ്നവും മകരക്കൂറും കൂടെ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ നമുക്ക് സ്റ്റോണിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. കാരണം ആ കൂറും ലഗ്നവും എല്ലാം മകരം തന്നെ ആയതുകൊണ്ട്, അതിൻ്റെ അധിപൻ ശനി ആയതുകൊണ്ട് ശനിയുടെ പൊസിഷൻ നമുക്കൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ വന്നാൽ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ നാളുകാർക്കെല്ലാം ശനിയാണ് റൂൾ ചെയ്യുന്നത്, അതുകൊണ്ട് ലൂസിഫർ ആയിക്കോട്ടെ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ ചെറിയൊരു ചാർട്ട് എൻ്റെ ഉണ്ടത്. ഇതിനകത്ത് ഇത് ശരിക്കും മകരക്കൂറാണ്, ഔട്ടം നാളാണ്. പക്ഷെ ലഗ്നത്തിന് വ്യത്യാസമുണ്ട്. ലഗ്നം മീനലഗ്നം. അപ്പോൾ മീനലഗ്നത്തിൻ്റെ 6th ഹൗസിൽ ചൊവ്വായും ശനിയും രാഹുവും നിൽക്കുന്നു. ചൊവ്വയും ശനിയും രാഹുവും അതുപോലെ തന്നെ വ്യാഴവും നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കൂറിൻ്റെ 8th ഹൗസിൽ വന്നു ചൊവ്വായും ശനിയും. അപ്പോൾ അത് ഒരു 8ാമത്തെ ഹൗസ് നല്ലതല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ 8ൽ ചൊവ്വായും ശനിയും വന്നു, ലഗ്നത്തിൻ്റെ 6ൽ ചൊവ്വയും ശനിയും വന്നു. അപ്പോൾ ബ്ലൂ സഫയർ അവിടെ നമുക്ക് മാച്ചിങ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് തന്നെയല്ല, നമുക്കൊരു പ്രീഷ്യസ് സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ചാർട്ടിൽ അത്ര പോരാ. കാരണം ഇതിനകത്ത് പോസിറ്റീവ് പ്ലാനറ്റ്സ് കുറവാണ്. കാരണം വ്യാഴമുണ്ട്. വ്യാഴം ഈ ചിങ്ങത്തിലാണ് ഈ ചൊവ്വ, ശനി, വ്യാഴം, രാഹു 4 ഗ്രഹങ്ങളുടെ പൊസിഷൻസ് നിൽക്കുന്നത്.
അപ്പം മകരത്തിൻ്റെ 8th ഹൗസ് എന്ന് പറയുന്നത് ചിങ്ങമാണ്. ആ ചിങ്ങത്തിലാണ് ഈ 4 പേരും ഉള്ളത്. ലഗ്നം മീനത്തിൻ്റെ 6ലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രനെ കൊണ്ട് നോക്കിയാലും ലഗ്നത്തെ കൊണ്ട് നോക്കിയാലും ഈ 4 ഗ്രഹങ്ങൾ 3 ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും ഉൾപ്പെടുന്ന, ഛായാഗ്രഹം എന്ന് പറയുന്നത് രാഹുവാണ്, ഷാഡോ പ്ലാനറ്റ്. നമുക്ക് അവരുടെ സ്റ്റോൺസ് കൊടുക്കാനായിട്ട്, പ്രീഷ്യസ് സ്റ്റോൺ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനകത്ത് കൊടുക്കാവുന്ന രത്നം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ കല്ല. ഓഹോ. കാരണം 5ാം ഭാവാധിപൻ ചന്ദ്രൻ 11ൽ പോയി നിൽക്കുന്നു. 5ാം ഭാവാധിപൻ ചന്ദ്രൻ, അതായത് നമ്മുടെ മനസ്സ്, പൂർവ്വ പുണ്യക്ഷേത്രം, ഇതെല്ലാം സന്താനം, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന പ്ലാനറ്റ് മൂണാണ്. ആ മൂണ് 11th ഹൗസ് എന്ന് പറയുന്ന പ്രോഫിറ്റബിളിൽ കാപ്രിക്കോണിൽ നിൽക്കുന്നു. 100% നമുക്ക് ഈ ചന്ദ്രകാന്തം അല്ലെങ്കിൽ പേള് കൊടുക്കാൻ പറ്റും. ബെസ്റ്റാണത്. കാരണം മീനലഗ്നത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ ഇവിടെ ഇടവത്തിൽ നിൽപ്പുണ്ട്. പക്ഷെ എന്നാൽ പോലും 6th ഹൗസിൻ്റെ ഓണർ ആയതുകൊണ്ട് അവിടെ സൂര്യൻ്റെ കല്ലും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. 11ൽ നിൽക്കുന്ന ചന്ദ്രൻ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഗ്രഹം. ആ ചന്ദ്രൻ വളരെ സ്ട്രിക്റ്റായിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാപ്രിക്കോണിലാണ് നിൽക്കുന്നത്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിനകത്ത് ലഗ്നം വെച്ച് നോക്കിയാൽ പ്രോഫിറ്റബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രൻ അമ്മയാണ്. അപ്പം അമ്മയുടെ എല്ലാ സപ്പോർട്ടും ഈ വ്യക്തിക്കുണ്ട്. അമ്മയുടെ ഒരു തുണ്ട് ഭൂമിയെങ്കിൽ ഈ പുള്ളിക്കായിരിക്കും വന്ന് ചേരുന്നത്. കാരണം 11th ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ലാഭസ്ഥാനത്തിൽ ചന്ദ്രൻ നിന്നാൽ അമ്മ വഴിക്കുള്ള ഗുണങ്ങളുണ്ടാവും. ചിലപ്പോൾ വസ്തുക്കളാകാം, പണമാകാം, സ്നേഹമാകാം, എല്ലാം ഉണ്ടാവും. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണല്ലോ. അമ്മയുടെ അനുഗ്രഹം, ആ സ്നേഹം അത് കിട്ടും. ഇതിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് ചന്ദ്രൻ്റെ രത്നമായിട്ടുള്ള പേൾസ് അല്ലെങ്കിൽ മൂൺ സ്റ്റോൺ, ചന്ദ്രകാന്തം ആൾക്ക് ചന്ദ്രകാന്തമായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പേളിനേക്കാളും കുറച്ചുകൂടെ ചന്ദ്രകാന്താണ്. അത് നല്ല ക്യാരറ്റേജ്, തൂക്കത്തിൽ കുറച്ചധികം തൂക്കത്തിൽ 10 ക്യാരറ്റ് കൊടുക്കാം. 10 ക്യാരറ്റ്സ്. കാരണം ഇവിടെ ഇത് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ചന്ദ്രൻ വളരെ സോഫ്റ്റ് പ്ലാനറ്റാണ്. മൂൺ സ്റ്റോണ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്റ്റോൺ കാറ്റഗറി പെടുന്ന സ്റ്റോണാണ്. 10-12 ക്യാരറ്റ് വരെ ആൾക്ക് യൂസ് ചെയ്യാം. അതെ. അപ്പോൾ അത് പുള്ളിക്ക് വളരെ ചേഞ്ചസ് വരും. വളരെ ചന്ദ്രൻ ഒന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്യും. ചന്ദ്രൻ അവിടെ കംഫർട്ടല്ലാതെ സാഹചര്യം കൊണ്ട് നന്നായി നിൽക്കുവാണല്ലോ. അത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ബലപ്പെടുത്തുന്ന ഒരവസ്ഥാവിശേഷം അങ്ങനെയും വരും. ആളും കംഫർട്ടബിൾ ആയിരിക്കും. മൂൺ സ്റ്റോൺ ധരിക്കുകയാണ്. മൂൺ സ്റ്റോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മൂൺ സ്റ്റോണ് ഈ മറ്റു തരത്തിലുള്ള പേൾസ് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പ് കാര്യങ്ങൾ ഒന്നും മൂൺ ചന്ദ്രകാന്തത്തിനില്ല. പിന്നെ നല്ല ഉറക്കം കിട്ടും. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക്, ഉറക്കക്കുറവുള്ളവർക്ക് ഒക്കെ ചന്ദ്രൻ്റെ പൊസിഷൻ നോക്കിയിട്ട് മൂൺ സ്റ്റോൺ ധരിച്ചാൽ നല്ലതായിരിക്കും. കുറച്ചുകൂടെ പെട്ടെന്നൊരു ശാന്തത വരും. വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തരുന്ന ഒരു രത്നം കൂടിയാണല്ലോ ഇത്. പിന്നെ വളരെ സൂത്തനിങ് ആയിട്ടുള്ള, പിന്നെ പേളൊക്കെ ഉണ്ടല്ലോ വളരെ സോഫ്റ്റ്. ആ ഒരു രത്നത്തിൻ്റെ ഷേപ്പും അതിൻ്റെ സോഫ്റ്റ്നെസ്സും എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് ചന്ദ്രൻ്റെ കല്ലാന്നുള്ളത്. മനസ്സിലല്ലേ? ആ വെണ്മയും. അതെ അതെ. മൂൺ സ്റ്റോണും ഒരു വെണ്മയുള്ള ആ ഒരു പ്രതിനിധി ഈ ഒരു മൂൺ സ്റ്റോണിൽ കോറിൽ നോക്കിയേ. ചൊവ്വയുടെ കല്ലാണ്. ചൊവ്വ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാനറ്റ്. അതിൻ്റെ റെഡ് കളറുള്ള ചെമ്പവിഴം അതിൻ്റെ കല്ല് വരുന്നത്. അപ്പോൾ ഈ കല്ലിൽ തന്നെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഏത് ഗ്രഹമാണെന്ന്. എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ധാരാളം വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.